ഫിൻജാൽ ചുഴലിക്കാറ്റ് ഇന്ന് കരതൊടും. അതീവ ജാഗ്രത നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം തമിഴ്നാട് കാരക്കലിലും മഹാബലിപുരത്തിനും ഇടയിലാകും ചുഴലിക്കാറ്റ് കരതൊടുക. ചെന്നൈ ഉൾപ്പെടെയുള്ള 8 ജില്ലകൾ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിരിക്കുകയാണ്. ചെന്നൈയിലേക്കും തിരിച്ചുമുള്ള 13 വിമാനങ്ങൾ ഇന്ന് റദ്ദാക്കിയിട്ടുണ്ട്. അതേസമയം തെക്കൻ കേരള തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. ഐസൺ, ഫിൻജാൽ ചുഴലിക്കാറ്റ് ഇന്ന് കരതൊടുകയാണ്. അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും നിഖിൽ, അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമുക്കറിയാവുന്നതാണ് യെല്ലോ അലർട്ടിന്റെ, അതായത് വിൻഡ് സ്പീഡിന്റെ, കാറ്റിന്റെ ഗതി യെല്ലോ അലർട്ടായി മാറാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ 60 മുതൽ 80 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാനുള്ള ഒരു സാധ്യത ഇന്ന് തമിഴ്നാട് തീരത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ മഹാബലിപുരത്തിനും കാരക്കലിനും ഇടയിൽ അതിശക്തമായ കാറ്റടിക്കാൻ, അതായത് ഇതിന്റെ ഏറ്റവും കൂടിയ സൈക്ലോണിന്റെ ഫിൻജാൽ ചുഴലിക്കാറ്റിന്റെ ഏറ്റവും ശക്തി കൂടിയ ഭാഗം തീർച്ചയായും കരതൊടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാവുക. സ്വാഭാവികമായും ശക്തമായ കാറ്റുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലക്ഷദ്വീപിന്റെ തീരങ്ങളിലും, വടക്കൻ ലക്ഷദ്വീപിന്റെ തീരങ്ങളിൽ ഏതാണ്ട് ലക്ഷദ്വീപിന്റെ ഒരു 70% പ്രദേശത്തും ഇത്തരത്തിൽ ശക്തമായ കാറ്റടിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ 55 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാനുള്ള സാധ്യത ഇന്നും നാളെയുമായി കാണുന്നു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. സ്വാഭാവികമായും കേരള തീരത്തും ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ് ഈ കാറ്റിന്റെ പ്രഭാവം സ്വാഭാവികമായും ഈ പെനിൻസുലാർ സെഗ്മെന്റിലും, അതായത് കന്യാകുമാരിയുടെ തീരത്ത് നിന്ന് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് ശക്തമായ ഒരു സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 35 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ കേരളത്തിന്റെ തീരങ്ങളിൽ, ഏതാണ്ട് കേരളത്തിന്റെ ഒട്ടുമുക്കാൽ പ്രദേശങ്ങളിലും കാറ്റടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് നാളത്തെ കാലാവസ്ഥാ പ്രവചനത്തിലും ഇന്നത്തെ കാലാവസ്ഥാ പ്രവചനത്തിലും എല്ലാം തന്നെയായി കണക്കാക്കാൻ സാധിക്കുന്നത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ, അതായത് 2-ാം തീയതിയൊക്കെ കേരളവും കടന്ന് കർണാടക തീരത്തും ഇത്തരത്തിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാനുള്ള സാധ്യതയും മുൻകൂട്ടി കാണുന്നുണ്ട്. സ്വാഭാവികമായും 2-ാം തീയതിയോടുകൂടി, അതായത് ഈ ഡിസംബർ 2 ചുഴലിക്കാറ്റിന്റെ ശക്തി സ്വാഭാവികമായി ക്ഷയിച്ചു വരികയും ഏതാണ്ട് കേരള തീരത്ത് മാത്രം അത് കേന്ദ്രീകരിക്കുകയും ചെയ്യും. കേരള തീരത്തും കന്യാകുമാരി പ്രദേശത്തുമായി കേന്ദ്രീകരിക്കുകയും ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2-ാം തീയതിയും 3-ാം തീയതിയും കേരളത്തിൽ മഴയുണ്ടാകാനുള്ള സാധ്യതയും മുൻകൂട്ടി കാണുന്നുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുത് എന്ന നിർദ്ദേശം വളരെ കൃത്യമായി തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. അതുപോലെ വിമാനങ്ങൾ 13ഓളം വിമാനങ്ങൾ ഭാരതത്തിൽ തന്നെ റദ്ദാക്കുകയും വഴിതിരിച്ചു വിടുകയും അതുപോലുള്ള സംവിധാനങ്ങൾ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ശ്രീലങ്കയുടെ നിരവധി വിമാനങ്ങൾ ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾ, മീൻപിടുത്ത തൊഴിലാളികൾ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. നിഖിൽ. ശരി ഐസൻ, എന്തായാലും ഫിൻജാൽ ചുഴലിക്കാറ്റ് ഇന്ന് കരതൊടും. അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം തമിഴ്നാട് കാരക്കലിനും മഹാബലിപുരത്തിനും ഇടയിലാകും ചുഴലിക്കാറ്റ് കരതൊടുന്നത്. ചെന്നൈ ഉൾപ്പെടെ 8 ജില്ലകൾ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും നൽകിയിട്ടുണ്ട്. കേരള തീരത്തും തെക്കൻ കേരള തീരത്തും ഇന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.